ജാസ്മിൻ ജാഫറിൻ്റെ സൈന സൗത്ത് പ്ലസിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഓൾറെഡി അതിനകത്തിലെ പാർട്ട് 1 നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ പാർട്ട് 2ഉം പാർട്ട് 3 ആണ് റിയാക്ട് ചെയ്യുന്നത്. ഓൾറെഡി പാർട്ട് 4ഉം 5ഉം വന്നിട്ടുണ്ട്. അത് നമുക്ക് നമുക്ക് റിയാക്ട് ചെയ്യാം. അതേപോലെ തന്നെ കഴിഞ്ഞ പാർട്ട് 1 ഞാൻ റിയാക്ട് ചെയ്ത സമയത്താണെങ്കിൽ ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വീണ്ടും ജാസ്മിനാണെങ്കിൽ സൈബർ ബുള്ളി ചെയ്യുകയാണ്, വീണ്ടും ജാസ്മിനെ പിന്നെ ഇതിനെ വലിച്ചിഴച്ചുകൊണ്ട് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ബ്രോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജാസ്മിൻ ബെറ്റർ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വിസിബിൾ ആവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വിസിബിൾ ആകുകയും അയാളെ പറ്റി നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നും കൂടെ നിങ്ങൾ പറയുന്നതിൻ്റെ യുക്തി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനിയും ഈ പറയുന്ന ഒരു ബെൽറ്റിന് കീഴിലുള്ള ചില യൂട്യൂബേഴ്സ് ഉണ്ട്. ജാസ്മിൻ ചിരിക്കുമ്പോൾ പല്ല് കണ്ടില്ല, അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ടുമടങ്ങി എന്നുള്ള നിസ്സാര കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിനെ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ ഇതുപോലത്തെ പരിപാടിയൊന്നുമല്ലല്ലോ ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിന്നുകൊണ്ട് എൻ്റേതായിട്ടുള്ള നിലപാടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ള നല്ലതും ചീത്തയും ഒരേപോലെ, പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചുള്ളൂ. ഈ വീഡിയോയ്ക്കകത്താണെങ്കിലും ശരി, ജാസ്മിനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ഒന്നുമല്ല, അല്ലെങ്കിൽ ജാസ്മിനെ നെഗറ്റീവ് പറയണമെന്നുള്ള ഇൻറ്റൻഷനോടുകൂടിയോ അതൊന്നുമല്ല ചെയ്യുന്നത്. ജാസ്മിൻ ഈ ഇൻ്റർവ്യൂവിൽ എന്ത് സംസാരിച്ചു, ആ ഹൗസിനകത്ത് എന്ത് കാണിച്ചു എന്നുള്ളത് റിലേറ്റ് ചെയ്ത് മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജാസ്മിൻ നല്ല ചെയ്താൽ നല്ലതെന്നും പറയും, മോശം ചെയ്താൽ മോശം എന്ന് പറയാം. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്ക് അതറിയാം. ഓക്കെ, ഇനി എന്തായാലും ജാസ്മിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. അപ്പം ഇവരിനകത്ത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അത്താണ് സംസാരിക്കുന്നത്, ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ തമ്പുരാൻ അറിയാം. ഞാൻ ഇവിടെ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് ഒരു വയ്യായ്ക്ക് വന്നപ്പോൾ നിന്നെ വിളിച്ചറിയിച്ചതാണെന്നുള്ളതാണ്. അപ്പം ബ്ലോക്കാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലായൊരു സാധനം എന്ന് പറഞ്ഞാൽ, ചിന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അല്ല, ജാസ്മിൻ ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബ്ലോക്ക് ഉള്ളതാണോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അവരെന്തോ വാപ്പയ്ക്കൊരു വയ്യാഴിക വന്നപ്പോൾ വിളിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾക്ക് എന്തോരം വലിയ വയ്യാഴിക കാര്യങ്ങളൊക്കെ വരുന്നതാണ് ആ ഒരു ഹൗസിനകത്തുള്ള ആളുകളുടെ ഫാമിലീസിന്. ഇതിന് മുമ്പത്തെ മരണപ്പെട്ടിട്ട് പോലും അറിയിക്കാനെ കൊണ്ട് താമസം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ട്. അപ്പം ജാസ്മിൻ ഇപ്പോൾ പറയുന്നത് എന്തോ ഒരു വയ്യാഴിക വന്നപ്പോൾ അപ്പോൾ അതെന്താണ് ജാസ്മിന് മാത്രം പ്രത്യേകമായിട്ട് ഒരു പരിഗണന ആ ഒരു ഹൗസിൽ? പിന്നെ ജാസ്മിൻ ഇപ്പോൾ ഈ പറയുന്ന ഇത്രയും ദിവസം ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇതുവരെ ജാസ്മിന് മനസ്സിലായില്ലേ വാപ്പ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നുള്ളതൊന്നും, അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളത്? ഇത്രയും വലിയൊരു ഷോയിൽ എന്താ പറയുക, ഇത്രയും ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം. ജാസ്മിൻ അന്ന് ലാലേട്ടൻ വന്നിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്ത സാധനം നമ്മളെല്ലാം കണ്ടിട്ടുള്ള. അപ്പം സാധാ കോമൺ സെൻസ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിട്ടുള്ളത് ഈ പറയുന്ന പോലെ ഗബ്രിയായിട്ടുള്ളൊരു സംഭവം നിർത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു വാപ്പയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പുള്ളി ചെയ്തിട്ടുള്ള ശരി തന്നെയാണ്. പക്ഷേ ജാസ്മിൻ ഇപ്പം വന്നിട്ട് ആ ബ്ലോക്ക് കള്ളമാണോ ശരിയാണോ നമുക്കറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ എന്തുവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത്രയും നാൾ നിങ്ങൾ ആ ഒരു ഷോയിലൂടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇതിന്റെ കൂടെ ഇവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെന്ന് പറയുമ്പോഴും ഇതിന്റെ അകത്തും ഫുൾ എന്താണ് ചർച്ച? ഒറ്റയ്ക്കല്ല ജാസ്മിൻ ഗബ്രി എന്നുള്ളൊരു സാധനമാണ്. ഇത് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുമിച്ച് നിന്നാലേ അവിടെ നിന്ന് പോകാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. കൈവിടാൻ പറ്റത്തില്ലെന്നോ? നിങ്ങൾ 24 മണിക്കൂറും കൈ പിടിച്ചുകൊണ്ടിരിക്കുക, പിന്നെ വേണ്ട സ്ഥലങ്ങളൊക്കെ ചൊറിഞ്ഞിട്ട് ഇതുപോലെ നിനക്ക് കാണണമെന്നൊക്കെ ചോദിക്കും, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരാളെ പിരിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് ജാസ്മിനെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രി ഔട്ടായതിനു ശേഷം ജാസ്മിൻ 2 ദിവസം ഈ പറഞ്ഞ ഗബ്രിയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് മെഴുകിക്കൊണ്ടുള്ള കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ജാസ്മിൻ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ഹൗസിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. മെൻ്റലി സ്ട്രോങ് ആയതിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ ഗബ്രി എടുത്ത് തോന്നിയിട്ടുള്ള ആ ഒരു ഗബ്രി പോയിൻ്റെ വിഷമം എന്താ അഭിനയിച്ച് കാണിച്ചാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഗബ്രി ഔട്ടായതിനു ശേഷം ജാസ്മിൻ ആ ഒരു ഹൗസിൽ വളരെ അടിപൊളിയായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഗബ്രിയെ ഞങ്ങൾ ഇതുപോലെ കൈ പിടിച്ചിരിക്കണം അല്ലെങ്കിൽ അവൻ ഭയങ്കര ആശ്വാസമാണ് എന്നൊക്കെ പറയുന്നത് ഓക്കെ, ഒരു സെൻസിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവനില്ലെങ്കിൽ ഞാനിപ്പോൾ ചത്ത് കളയുമേ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് എന്തുവാണ് ഇത്? ഇപ്പോൾ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നല്ല കേട്ടോ, ഒരു പയ്യനോട് ഇഷ്ടം തോന്നുന്നു, അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ട്. പിന്നെ ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ല. പെണ്ണ് കാണലിന് വന്നിരുന്നു, നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് കഴിയുമ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്യാം എന്നുള്ളത്. അല്ലാതെ ഒരു നിശ്ചയമോ ഒരു മോതിരം മാറൽ ചടങ്ങോ അങ്ങനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ജാസ്മിനെ എന്തെങ്കിലും നല്ലത് പറയണമെന്ന് തോന്നുമെങ്കിലുണ്ടല്ലോ, ഇങ്ങനത്തെ ചില വർത്തമാനങ്ങളാണ് ജാസ്മിനെതിരെ തന്നെ പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞ് തൻ്റെ തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞാൽ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. എല്ലാ ആളുകൾക്കും ഇത്തരം ക്വാളിറ്റീസ് ഇല്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ജാസ്മിനെ ഈ പറയുന്ന തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു ക്വാളിറ്റി നല്ലത് തന്നെയാണ്, അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെ, എല്ലാവർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി തന്നെയാണ്.
പക്ഷേ അതിനുശേഷം വീണ്ടും പറയുന്നത് നിശ്ചയമൊന്നും ഉറപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇതിനുശേഷം അപ്സലേട്ടനും പിന്നീട് വന്ന് പറഞ്ഞാണ് ഇവർ തമ്മിലുള്ള ഇതെല്ലാം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ്, പിന്നെ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞിട്ടുള്ളതാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ജാസ്മിൻ ആ ഒരു ഹൗസിനകത്ത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്നൊക്കെ പറയുന്നു, പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഇപ്പം നാട്ട് വന്ന് പറയുന്നു. ഇനി അടുത്ത ഇൻ്റർവ്യൂവിൽ ഇനി വരുമ്പോൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ച് നിൽക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞു, ഈ ഒരുമാതിരി ബസ് സ്റ്റാൻഡ് പോലെ കളിക്കാതെ ഏതെങ്കിലും ഒരു ഒറ്റ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുക. അതിപ്പോൾ കള്ളമാണെങ്കിൽ പോലും ഒരിടത്ത് ഉറച്ച് നിൽക്കുക. ടെഡി ബിയർ ആണ് കേട്ടോ തന്നിട്ട്. അപ്പോൾ ഈ ടെഡി ബിയറിനെ നിന്റെ പേര് പറയണോ, നിന്റെ പേര് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിയാണ് പറയണം, പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്ന അത്ത ഈ പേര് പറയുന്നത് ഞാൻ നാക്കുമ്പോൾ അത്ത ഉമ്മായോ ആരോ നാക്കുമ്പോൾ അത്ത ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ പേര് പറഞ്ഞാൽ എന്താ? കാരണം ഈ പുള്ളി പറഞ്ഞ വാക്കിൻ്റെ ബലത്തിലാണ് എൻ്റെ അത്ത അവിടെ എന്ത് ചെയ്യുന്നത്, പേര് പറയുന്നത്. ഈ പേര് പറഞ്ഞ് പുള്ളിക്ക് വീണ്ടും ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് പുള്ളി അത് മൊത്തത്തിൽ തിരുത്തി പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ പേര് പിന്നെയും വലിച്ചഴിച്ചു. ഞാൻ ആദ്യം പോകുന്നിടത്ത് ഗബ്രിയോട് ഇതേപോലെ ഇങ്ങനെ പുള്ളിയുടെ കാര്യം പറയാൻ നേരത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, എന്തിനാണ് ആ കൊച്ചൻ്റെ പേര് അവിടെ പറഞ്ഞത്, പറയാതിരുന്ന പോലായിരുന്നു. ഈ പുള്ളി തന്നെ എൻ്റെയും പുള്ളിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്ക് ബിഗ് ബോസിൽ കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കൊണ്ടുപോകാതിരുന്നതാണ്. എന്തിനാണെന്നാ പിന്നെ അത് ചെയ്തത്? അപ്പോഴും ഈ പുള്ളി എന്നുള്ളത് റിവീൽ ആവുന്നല്ലേ, വിത്ത് ഫോട്ടോ റിവീൽ ആവുന്നല്ലേ. ഇതന്ന് ഇവരുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്തുകൊണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവരുടെ ഈ ഒരു പ്രണയത്തിൽ കാണിച്ചേക്കുന്ന വലിയൊരു എന്താ പറയുക തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടതായിട്ട് ഒരു അപ്സലേട്ടൻ്റെ കാര്യത്തിൽ. കാര്യം ഇപ്പം ഏതൊരു കേസാണെങ്കിലും ഇപ്പോൾ പ്രണയത്തിൽ നമ്മൾ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രണയം ബ്രേക്കപ്പ് ആയാലും അയാൾ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തി എത്ര വലിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാളെ നമുക്ക് കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ പ്രണയം നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് കുത്തിക്കൊല്ലുക, ഇങ്ങനത്തെയൊക്കെ ചില ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. ആ ഒരു സെൻസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലിട്ടില്ല. അതേപോലത്തെ ഒരു പരിപാടി തന്നെയാണ് പുള്ളിയാണെങ്കിൽ ചെയ്തിട്ടുള്ളത്. ജാസ്മിൻ ഇയാളെ ചീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കിന് നേരെ ജാസ്മിൻ എടുത്തൊരു റിവെഞ്ച് ചെയ്തുകൊണ്ട് ജാസ്മിൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്ന് കുറേ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര മോശമുള്ള കാര്യം. കാര്യം ആ ഒരു പ്രണയത്തോട് കാണിക്കുന്ന ഒരു കള്ളത്തരമാണ്. കാര്യം പുള്ളി ആ ജാസ്മിനെ പ്രണയിച്ചിരുന്ന ടൈമിൽ ആത്മാർത്ഥത എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആ ഒരു സാധനം എവിടേക്കോ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതില്ലാത്ത ഒരു പ്രണയം ആയതുകൊണ്ടാണ് പുള്ളിക്ക് പിന്നീട് ഈ പറയുന്ന പ്രണയിച്ച വ്യക്തിയെ ഈ രീതിയിൽ ആളുകളുടെ മുന്നിൽ ചിത്രീകരിക്കാൻ തോന്നുന്നൊരു മെൻറ്റാലിറ്റി. അത് ആണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ പുള്ളിയുടെ സൈഡ് നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഇപ്പം ഇവർ തമ്മിൽ അടിപൊളിയായിട്ടാണല്ലോ ഇത്രയും നാൾ നിന്നത്. ആ ഒരു രീതിയിൽ ജാസ്മിൻ അകത്ത് പോയി പേര് പറഞ്ഞാലും പുള്ളിക്ക് നല്ല രീതിയിൽ തന്നെ വരുള്ളൂ. പക്ഷേ ജാസ്മിൻ അകത്ത് ചെന്നിട്ട് മറ്റൊരുത്തനുമായിട്ട് ഇതുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുക, ഉമ്മ വെച്ച് നടക്കുക എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചപ്പോഴത്തേക്കും പുള്ളിക്ക് അത് ഒരുപക്ഷെ ഹേർട്ടായിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ തമ്മിലുള്ള പ്രണയം പിന്നീട് ബ്രേക്കപ്പ് ആയിട്ടുള്ളത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ എത്തിയതുകൊണ്ടായിരിക്കും പുള്ളി ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അയാളെയാണ് ഏൽപ്പിച്ചത്. പുള്ളി ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഫുള്ള് ഇന്നാക്റ്റീവ് ആയി തുടങ്ങി. അപ്പം ഇങ്ങനെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇൻസ്റ്റ ഇങ്ങനെ തിരിച്ചു തരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫുള്ള് പോയി, പുള്ളി ലോഗിൻ ചെയ്യുന്നില്ല, പുള്ളി എല്ലാം കളഞ്ഞു. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഇൻസ്റ്റ എൻ്റെ കയ്യിലില്ല, എൻ്റെ യൂട്യൂബ് എൻ്റെ ഫുള്ള് ഇവരെ ഇത് ആക്കി വെച്ചേക്കുക. ലാസ്റ്റ് ഞാൻ വിളിക്കാൻ നേരത്ത് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പുള്ളിയുടെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞു എൻ്റെ പാസ്വേഡ് എനിക്കാണ്, അത് അവന് സൗകര്യമുള്ളപ്പോൾ നിനക്ക് തരുമെന്ന്. ഇതിൻ്റെയൊക്കെ തെളിവുണ്ട് കേട്ടോ, സൗകര്യമുള്ളപ്പോൾ നിനക്ക് തരുമെന്ന്. ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി, എനിക്ക് വേറെ വഴിയില്ല, കാരണം എൻ്റെ അന്നമാണ് ഇതൊക്കെ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് അപ്പം എനിക്ക് കിട്ടുമെന്ന്. അതൊക്കെ തെമ്മാടിത്തരമാണ്. കാര്യം ജാസ്മിൻ്റെ ഈ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ എന്താണ് ഇപ്പോൾ എന്തിൻ്റെ റിവെഞ്ചിൻ്റെ ഭാഗമായിട്ടില്ല. ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്ന ഒരു വ്യക്തിയോട് പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞാൽ പിന്നീട് അയാളോട് ഇത്രയും നാൾ നമ്മൾ പ്രണയിച്ചിരുന്ന വ്യക്തിയല്ലേ, നിങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് അയാളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണയം ബ്രേക്കപ്പ് ആകുമ്പോഴും ഒരിക്കലും ഈ പറയുന്ന റിവെഞ്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ പോവില്ല. ഓക്കെ, പിന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം നിങ്ങൾക്ക് ചിന്തിക്കുമായിരിക്കും അപ്പോൾ പിന്നെ പുള്ളി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബെറ്റർ ഇങ്ങനെ നമ്മൾ പ്രണയിച്ച വ്യക്തി നമ്മളെ ചീറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുമ്പോൾ അയാളുടെ അടുത്ത് നിങ്ങൾ തമ്മിലുള്ള പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടുവോ വഴക്ക് കുറേ കാര്യങ്ങൾ എന്ത് നിങ്ങൾക്കാവാം, അതിനുശേഷമാണെങ്കിൽ ഒരു ബെറ്റർ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പിരിയുക എന്നുള്ളതാണ് മാന്യമായിട്ടുള്ളൊരു പരിപാടി. അല്ലാതെ പിന്നീട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനെ വലിച്ചു കീറി നമ്മൾ പ്രണയിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാവർക്കും കീറി മുറിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ജാസ്മിൻ ചെയ്തിട്ടുള്ളതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അത് ജാസ്മിൻ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സിബിൻ ഇതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്, മരുന്ന് കൊടുത്തിരുന്നു, അത് കൊടുത്തിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത് പെയിൻ കില്ലേഴ്സ് തരും. നമുക്ക് എന്നും എനിക്ക് ORS തരും, മിക്ക ദിവസം എനിക്ക് ORS തരുമായിരുന്നു. ORS, പെയിൻ കില്ലേഴ്സ്. പിന്നെ നമുക്ക് എന്താണോ അസുഖം അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് തരും. ഈ പറഞ്ഞ സിബിനാണ് അവിടെ കിടന്ന് പോകണം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത്. എപ്പിസോഡിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടൊരു സാധനമാണ്. പോകണം എന്ന് പറഞ്ഞത് പുള്ളിയല്ലേ. അപ്പോൾ ഇതിനകത്ത് ജാസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട്, എപ്പിസോഡിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. അപ്പം ജാസ്മിൻ തന്നെ ഇതേ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ജാസ്മിൻ്റെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർ എപ്പിസോഡിലൂടെ വിട്ടിട്ടില്ല, പുറത്തേക്ക് അവർ വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതേപോലെ സിബിൻ ചേട്ടനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുറേ കാര്യങ്ങൾ കുറേ എപ്പിസോഡ്സ് അല്ലെങ്കിൽ കുറേ വിഷ്വൽസ് അവിടുത്തെ ആണെങ്കിൽ ഇവർ പുറത്തോട്ട് വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മേ ബി സിബിൻ ചേട്ടനാണെങ്കിലും ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് ഇവർ വിടാത്ത കുറേ കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരേ സീസണിലുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പം ഇതേ സീസണിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള സിബിൻ ചേട്ടൻ പറയുന്നു എനിക്ക് ഒലാൻസബൈൽ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കാട്രിക് ഡ്രഗ് കാര്യങ്ങളൊക്കെ തന്നു
എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഇതേ സീസണിലുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് പറയുന്നു ഞങ്ങൾക്ക് പെയിൻ കില്ലേഴ്സും ORSും ഇതേപോലുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കാര്യങ്ങളൊക്കെയാണ് തരുന്നത് എന്നുള്ളത് അതേ സീസണിലുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് പറയുമ്പോൾ സിബിൻ ചേട്ടൻ ഇവിടെ വന്ന് ഈ പറഞ്ഞ പ്രസ് മീറ്റും ഒക്കെ നടത്തി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ പോകുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. മേ ബി ഇനിയിപ്പം ജാസ്മിൻ ഈ പറയുന്ന സിബിൻ ചേട്ടൻ്റെ അടുത്തുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ എന്തായാലും സിബിൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും സംശയത്തിൻ്റെ നിഴലിൽ മാത്രമേ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ പുള്ളി ഫസ്റ്റ് ദിവസം പുള്ളി പോകണമെന്ന് പറഞ്ഞപ്പോൾ മേ ബി ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ഇനി എന്നെ കാരണമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയുടെ ചോദിച്ചിരിക്കുന്നത് എന്നെ കാരണമാണെങ്കിൽ സോറി. ഇതന്ന് ആ ഒരു എപ്പിസോഡ് വന്ന സമയത്തേക്ക് നമ്മൾ റിയാക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കാര്യം ജാസ്മിൻ്റെ ഒരു കിടിലം ഒരു ക്വാളിറ്റി ഞാൻ ആ ഒരു സീസൺ കണ്ടിട്ടുള്ളതില്ല. ജാസ്മിൻ്റെ എല്ലാം എനിക്ക് നെഗറ്റീവ്സ് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ, അത് മാത്രമേ പുറത്തോട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ അന്ന് ജാസ്മിൻ ഇവർ തമ്മിൽ ഇത്രയും വഴക്കും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി അന്ന് ലാലേട്ടൻ വന്ന് ഇത്രയും ഫയർ ചെയ്യുന്ന സമയത്തേക്ക് സിബിൻ ചേട്ടൻ ഡൗൺ ആയി പോയപ്പോഴത്തേക്കിന് ജാസ്മിൻ ചെന്ന് ചേട്ടാ ഞാൻ കാരണമാണോ ഐ എം സോറി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ചെന്ന് ജാസ്മിൻ ചെന്ന് സംസാരിക്കുന്ന ഒരു സാധനം നല്ലൊരു ക്വാളിറ്റിയാണ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ബേസിക്കായിട്ട് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജാസ്മിൻ അത് നല്ലത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ ചെയ്തിട്ടുള്ള ഒരു കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷേ പിന്നീട് പുള്ളി സിബിൻ ചേട്ടൻ വെളി വന്നിട്ട് ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, ജാസ്മിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതിലേട്ടൊക്കെ നമുക്ക് വരാം. പുള്ളിയുടെ ആവശ്യപ്രകാരമാണ് അവിടുന്ന് പോകുന്നത്. ഒരിക്കലും നമ്മൾ ബിഗ് ബോസ് ഒരു കാര്യമില്ല അവിടുന്ന് ഇറക്കി വിടത്തില്ല. അത് നമ്മുടെ ആവശ്യപ്രകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നമ്മൾ ഇറക്കി വിടൂല. നമ്മൾ കാരണങ്ങൾ മൊത്തം ഇരുന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഇതാണ് മറ്റേതാണ് നമ്മൾ നിൽക്കില്ല. പുള്ളി മൈക്ക് വരെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര ഇതിന് ശേഷം പുള്ളിയെ അവിടുന്ന് മാറ്റിയ ശേഷം പുള്ളി ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണ്. ജാസ്മിനെ പ്രണയിക്കാൻ പറഞ്ഞു എന്നോ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുന്നോ, ജാസ്മിനെതിരെ ഗെയിം കളിച്ചവരെ അവിടെ നിന്നിട്ടുള്ളൂ. അത് ശരിയാണ്, അവിടെ ഉള്ള മെജോറിറ്റി ആൾക്കാരും ജാസ്മിനെതിരെ തന്നെയാണ് ഗെയിം കളിച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്ത് കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്തിരുന്ന് പിന്നെ ഒരു ഷോയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഒരു ടൈമിൽ ഉണ്ടാക്കിയത് സിബിൻ ചേട്ടൻ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പിന്നെ സിബിൻ ചേട്ടനാണെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കരഞ്ഞ് മെഴുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ലാലേട്ടൻ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്ക് ഇച്ചിരി മൈൻഡ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ പുറത്തെല്ലാം നെഗറ്റീവ് ആണെന്ന് വിചാരിച്ച് പുള്ളിക്ക് പുറത്തോട്ട് പോകണമെന്ന് വിചാരിച്ചു. അപ്പം പ്രത്യേകിച്ച് കൃത്യമായിട്ടൊരു കാരണമില്ലാതെ ഈ പറയുന്ന ബിഗ് ബോസ് വെറുതെ ഒരാളെ പുറത്തേക്ക് വിടില്ല എന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് കാരണവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമേ അങ്ങനെ പുറത്തേക്ക് വിടൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി തന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുള്ള വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സിബിൻ ചേട്ടൻ പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് എന്നെ ക്വിറ്റ് ചെയ്യിപ്പിച്ചാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ ജാസ്മിൻ ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് സിബിൻ ചേട്ടനുള്ള ദേഷ്യത്തിൻ്റെ പുറത്തല്ല, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ സിബിൻ ചേട്ടൻ പുറത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈക്കാട്രിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ സംശയത്തിൻ്റെ നിഴലിലാണുള്ളത്. പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു, നീ ആരിത് മന്മഥനാ അറിയാതെ ചോദിക്കേ എന്തുവാ അതാക്കാൻ പറഞ്ഞു എന്ന്. പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ എന്തുവാ ജാസ്മിന് കപ്പെന്നുള്ള പദ്ധതി, ഇതൊക്കെ ലാസ്റ്റ് ഓരോരുത്തരുടെ അവരുടെ ഇൻഡ്യൂഷൻ കാരണോ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അസൂയ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഹൗസിന് വെളി വന്നതിന് ശേഷമാണെങ്കിൽ ജാസ്മിനെ പറ്റിയിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഏതൊരു അവസരത്തിലാണെങ്കിലും പുള്ളിയിൽ മാക്സിമം നെഗറ്റീവ് എങ്ങനെ പറയാനുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി ശ്രമിച്ചിട്ടുള്ളത്. അപ്പം എനിക്കതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക അസൂയ കുശുമ്പ് എന്നൊക്കെ തന്നെയാണ് ഇരിക്കുന്നതിലുള്ളത്. പിന്നെ പുള്ളിയുടെ അടുത്ത് ബിഗ് ബോസ് ജാസ്മിനെ പ്രണയിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പുള്ളിക്ക് ഒരു വൈഫ് ഉള്ളതാണ് എന്നറിഞ്ഞിട്ടും ബിഗ് ബോസ് അങ്ങനെ സിബിൻ ചേട്ടൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ സിബിൻ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറോട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഓൾറെഡി ഇപ്പം തൻ്റെ വൈഫിനെ പറ്റിയിട്ടാണെങ്കിൽ സിബിൻ ചേട്ടൻ ഈ ഒരു ഇൻ്റർവ്യൂസിലാണെങ്കിൽ വന്ന് പറയുന്നത് എത്രത്തോളം മോശമായിട്ട് പറയാമോ അത്രത്തോളം മാക്സിമം പുള്ളി സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അപ്പം ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ തനിക്ക് ദേഷ്യമുള്ള ഒരു കണ്ടസ്റ്റിനെ പറ്റിയിട്ട് ഇപ്പോൾ ഏതൊക്കെ രീതിയിലൊക്കെ പുള്ളി പറയും. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് അസൂയ കുശുമ്പൊക്കെ തന്നെയാണ്. ഒറ്റ കാര്യത്തിൽ എനിക്ക് പറയുള്ളൂ, ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും പ്രശ്നത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നല്ലത് പറയണ്ടേ, ഇങ്ങനെ ദുഷിപ്പ് പറയാതിരുന്നൂടെ? ആ ഒരു കാര്യം ജാസ്മിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ തൻ്റെ എന്താ പറയുക ജീവിതം വരെ പണയം വെച്ചിട്ടാണ് ആ ഒരു ഹൗസിൽ നിന്നിട്ടുള്ളത്. എത്രത്തോളം നെഗറ്റീവ്സ് ഡേ 1 തൊട്ട് ഈ പറയുന്ന പോലെ എല്ലാ വീക്കെൻഡിലും ജാസ്മിന് കേൾക്കാനുള്ള പേര് മാക്സിമം കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മറ്റേ തുമ്മുന്നതിൻ്റെ ആ ഒരു കേസ്, ചായക്കകത്ത് തുമ്മുന്ന ചെയ്തിട്ടുള്ളത് മോശം ആക്ട് തന്നെയാണ്. പക്ഷേ ജാസ്മിൻ ആ ഒരു തുമ്മുന്ന കേസൊക്കെ ഇടയിൽ അങ്ങനെയൊക്കെ അത്രത്തോളം ലാലേട്ടൻ തന്നെ ഇതുപോലെ വന്ന് കാണിച്ചിട്ട് അത്രയും ഹൗസിലുള്ള ആൾക്കാർ പിന്നീട് ജാസ്മിനെതിരെ നെഗറ്റീവായിട്ട് വരുന്നു. അത്രയും ഇൻസിഡൻറ്റ് മാക്സിമം ബിഗ് ബോസിൻ്റെ ഹൗസിൽ നിന്ന് ഫേവറിസം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇത്രത്തോളം നെഗറ്റീവ്സ് അതിനകത്ത് തന്നെ ബിഗ് ബോസ് ഒരു ഗെയിം കളിച്ചെങ്കിൽ പോലും അതിനെല്ലാം തരണം ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ജാസ്മിൻ നിന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു 7 അയലത്ത് പോലും ഈ പറയുന്ന സിബിൻ ചേട്ടന് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സാധനമാണ് ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ബ്രേക്കപ്പ് ആവുക, അല്ലെങ്കിൽ ഇതാവുക. നമ്മൾ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്, സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മൾ അത് ബ്രേക്കപ്പിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ പുള്ളി ഇവരെല്ലാവരെയും കോൺടാക്ട് ചെയ്യുക. ഈ പറയുന്ന ഈ വ്യക്തി ഇവരെല്ലാവരെയും വലിച്ചഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൊച്ചുമായിട്ട് ബന്ധം, എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത്, എന്തിനാണ് ഏതിനാണെന്നും പറഞ്ഞ് എൻ്റെ ജീവചരിത്രം എടുക്കാൻ നടക്കുക. എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം?
ഓക്കെ, ഇപ്പം സിബിജാനാണെങ്കിൽ ജാസ്മിന് ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ മുമ്പ് പ്രണയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയല്ലേ. പക്ഷേ സിബിൻചാട്ടനാണെങ്കിൽ ഹൗസിന് വെളി വന്നതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും കോൺടാക്ട് ചെയ്തിട്ട് ജാസ്മിനുമായിട്ട് എന്തായിരുന്നു ബന്ധം, എങ്ങനെയാണ് നിങ്ങൾ പിരിഞ്ഞത്, എങ്ങനെയായിരുന്നു ജാസ്മിൻ എന്നുള്ള രീതിയിലൊക്കെ കിടന്ന് എന്താ പറയുക ജാസ്മിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തപ്പിയെടുക്കുന്നത് എന്ത് ഇൻറ്റൻഷനാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതേ ടൈമിൽ പുള്ളി അന്ന് ജാസ്മിൻ്റെ വാപ്പയായിട്ടൊക്കെ ഫോട്ടോ എടുത്തിൻ്റെ ടൈമിൽ വന്നിരുന്ന് പറഞ്ഞ ഒരു സാധനം എന്തായിരുന്നു, എനിക്ക് ജാസ്മിൻ്റെ ഗെയിമുമായിട്ട് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവളെ അങ്ങനൊന്നുമില്ല, ഞാൻ അതുകൊണ്ടാണ് വാപ്പയടുത്തൊക്കെ പോയി സംസാരിച്ചത്. പിന്നീട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആര്യ ചേച്ചി ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഇൻ്റർവ്യൂ അല്ല, ആ ഒരു ലൈവിൽ വന്നിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, ഇനി ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് ഒക്കെ വരും, പക്ഷേ അവളെ അതിനൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ ചേർത്ത് തന്നെ പിടിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇതേ വ്യക്തി തന്നെ കഴിഞ്ഞ വിവി എക്സ്പോസ് ആയ ആ ഒരു ടൈമിൽ വിവി ഹെയറിൽ, അപ്പം അതിനകത്ത് എക്സ്പോസ് ആയ ടൈമിൽ അതിനകത്ത് മറ്റേ ആരോൺ ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഈ പറഞ്ഞ സിബിൻ ചേട്ടനും പൂജ ശേഷിയാണെങ്കിലും വിവിയുടെ അടുത്ത് പോയിട്ട് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞൊരു കാര്യമുള്ളതാണ്. അപ്പം ജാസ്മിനെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ സിബിൻ ചേട്ടൻ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഹൗസിനകത്ത് ആ ഗെയിം അതിനകത്തുള്ളതാണ്, അതവിടെ കഴിഞ്ഞു. പിന്നെ പുറത്ത് വന്നിട്ട് ഒരാളെ ഇതുപോലെ വ്യക്തിവൈരാഗം വന്ന് ഇത്രയും തകർക്കാൻ വേണ്ടി ഉണ്ടാകുന്നത് നിങ്ങളുടെ അസൂയക്കും കുശുമ്പിനുമാണെങ്കിൽ കുറച്ച് കുറവില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഈ സൈക്കാട്രിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഒരു ഇത്തരം പ്രോബ്ലംസിനൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ അസൂയക്കും കുശുമ്പിനും പിന്നെ കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും സിബി ചേട്ടാ. ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടതാണ്, ഈ കുട്ടിയാണ് ബിഗ് ബോസ് സീസൺ 6 ഷോൾഡറിൽ കൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ആര്യ ചേച്ചിയുടെ കുറച്ച് ലൈവിൻ്റെ ക്ലിപ്പ് ബൈറ്റ്സുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചിരിക്കുന്നത്, എൻ്റെ അത്താരുമാടെ വോയിസ് എടുത്ത് ആര്യ ചേച്ചി ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നത്, എൻ്റെ അത്ത ഇങ്ങനെ പ്രഷറിൽ പറയുന്നത് എനിക്ക് എന്താ ഏറ്റവും വിഷമമായി പറയുമ്പോൾ എനിക്ക് ആര്യ ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സീസൺ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യ ചേച്ചിയായിരുന്നു. എല്ലാവർക്കും രജിത് കുമാറിനെ ഇഷ്ടമായിരുന്നു, എൻ്റെ വീട്ടിൽ പോലും എല്ലാവർക്കും രജിത് കുമാറിനായിരുന്നു ഇഷ്ടം. എനിക്ക് ആര്യ ചേച്ചിയായിരുന്നു ഇഷ്ടം. പുള്ളിക്കാരി ആ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു, പുള്ളിക്കാരി സംസാരിക്കുന്നത്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരി ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരിക്ക് ഉണ്ടായ സൈബർ ബുള്ളിങ്, പുള്ളിക്കാരി നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിട്ട് സംസാരിച്ചു, പുള്ളിക്കാരുടെ എല്ലാ ഇൻ്റർവ്യൂ കണ്ടുള്ള ഒരാളാണ് ഞാൻ. പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് അനുഭവിച്ച ഒരാളാണ് നമ്മളെ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമായത്. അതിപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ സിബിജാനാണെങ്കിലും ആര്യ ചേച്ചി ആണെങ്കിലും വന്നിട്ടുള്ള ഒരു ലൈവിലാണെങ്കിലും ഇവർ ഒരേപോലെ എന്നിട്ട് ജാസ്മിൻ്റെ വാപ്പ ജാഫറൊക്കെ ആയിട്ട് ഞങ്ങൾ അത്രത്തോളം സ്നേഹമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡ്രാമ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഇപ്പം സിബിജാൻ അന്ന് ആ ഒരു ലൈവ് ആര്യ ചേച്ചി ഒപ്പമുള്ള ലൈവിലാണ് പറഞ്ഞത് ജാസ്മിൻ ഇതുപോലെ സൈബർ അറ്റാക്കിനൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ചേർത്ത് പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതേ ആര്യ ചേച്ചി ജാസ്മിൻ ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണെങ്കിൽ ആര്യ ചേച്ചി ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കാം. ആര്യ ചേച്ചിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ആര്യ ചേച്ചിനെ ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. ആര്യ ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, വളരെ മോശമായിപ്പോൾ ആര്യ ചേച്ചി ചെയ്തത്. പക്ഷേ ആര്യ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. ആര്യ ചേച്ചി എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടും. പക്ഷേ ആര്യ ചേച്ചി എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് ആര്യ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി. അപ്പം ഇപ്പം ആര്യ ചേച്ചിയെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്ക് ആ ഒരു ടൈമിലാണെങ്കിൽ ഇപ്പോഴും നല്ല രീതിയിലൊക്കെ നേരിടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ജാസ്മിനെ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനെ കൊണ്ട് ശ്രമിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇപ്പം ജാസ്മിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാവുന്നല്ലോ. പിന്നെ ജാസ്മിൻ്റെ സൈബർ അറ്റാക്ക് വന്നിട്ടുള്ളതിൽ ജാസ്മിൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അത് ജാസ്മിൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പകരം മറ്റൊരു ലേഡിയാണ് അവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ ഞാൻ കുറ്റം പറയുക തന്നെയായിരിക്കും ചെയ്യുക. പിന്നെ ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞത് ഞാനിതുപോലെ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് നാളെ ഇനി ഇതുപോലെ ഹൗസിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള ചില വികാസങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഹൗസിൽ നിന്ന് വെളി വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഇവർ ആര്യ ചേച്ചിയും ഈ സിബിൻ ചേട്ടനും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരേ ടൈമിൽ എനിക്ക് തെറ്റായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരേ ടൈമിൽ ചേർത്ത് നിർത്തുമെന്നും പറയുന്നുണ്ട്, അതേപോലെ സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ പറയുന്ന പോലെ ഗൂഢാലോചന നടത്താം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ജാസ്മിൻ ഈ സൈബർ അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഹൗസിനകത്തെ ബിഗ് ബോസ് ഷോയിലകത്തെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വരുന്ന അറ്റാക്കിന് ജാസ്മിൻ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതിന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വിവിയുടെ അടുത്ത് തന്നെയാണ് നിങ്ങൾ നന്ദി പറയേണ്ടത്. സിബിന്റെ പേര് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞത് എനിക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനോട് മാത്രമാണ് ദേഷ്യം എന്നല്ല, ഒട്ടും എനിക്ക് താല്പര്യമില്ലാത്തത്, ഒട്ടും എനിക്ക് താല്പര്യമില്ല. ഇത്രയും ചെയ്തിട്ടും റസ്മിൻ ഇപ്പോൾ ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ജാസ്മിന്റെ നമ്പർ വെച്ച് ഞാൻ ചോദിച്ചു നാണുണ്ടോ നമ്പർ വയ്ക്കാൻ, എന്തോ പുള്ളിയുടെ എന്തോ പാർട്ടിക്ക് വിളിക്കാൻ, എന്തിന്? എൻ്റെ പൊന്ന് സിബിച്ചേട്ടാ, നിങ്ങൾക്ക് ലേശം ഉളുപ്പ്, നാണം, ചമ്മൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ലെവലേശം എവിടെയെങ്കിലും നിങ്ങൾക്ക് തൊട്ട് തീണ്ടിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നീട് ഈ പറയുന്ന പാർട്ടിക്ക് പിന്നെ ജാസ്മിനെ വിളിക്കാൻ ഒരിക്കലും നിൽക്കില്ല. കാര്യം ജാസ്മിൻ ഇതിനു മുമ്പും ഏതൊരു വീഡിയോ ഞാൻ ആരോ പറയുന്നത് കേട്ടാണ്, നിങ്ങളെന്തോ പാർട്ടിക്ക് ഇതുപോലെ വിളിച്ചപ്പോൾ ജാസ്മിൻ നല്ല പട്ടി താറ്റ് നിങ്ങളെ പറഞ്ഞു വിട്ടതാണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ജാസ്മിൻ ഇത്രയും പുറത്ത് വന്നിട്ട് ഈ പറയുന്ന പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ ശ്രമിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ വന്ന് പിന്നീട് പറയുന്ന കാര്യങ്ങളാണ് ജാസ്മിനെ ഞാൻ ചേർത്ത് പിടിക്കാതെ ഇതെന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ ഇപ്പം നാണ്ട് ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ജാസ്മിനെ പാർട്ടിക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയില്ലേ പുഷ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ പോകുന്നു. ലേശ ഉളുപ്പെന്നാണൊക്കെ ഉണ്ടൂടെ. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്താണെങ്കിലും കുറേ കാര്യങ്ങൾ ജാസ്മിൻ്റെ എനിക്ക് യോജിക്കാൻ കഴിയാത്തത്, ജാസ്മിൻ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ
പിന്നീട് ഇതിനൊരു വലിച്ചു നീട്ടിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഒരു എന്താ പറയുക ലൈക്ക് ഇപ്പം ഞാൻ അഫ്സലേട്ടൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ളൊരു തെറ്റാണ്, അഫ്സലേട്ടൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള തെറ്റാണ്, ഒരു ലൈഫ് പാർട്ണർ ഉള്ള ഒരു വ്യക്തി ഹൗസിനകത്തായിട്ട് പോയിട്ട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി പറയുന്നത് എൻ്റെ എൻഗേജ്മെൻ്റ് ഒന്നും ഞാൻ ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. ഇതേ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം ജാസ്മിൻ്റെ വാപ്പയാണെങ്കിലും ജാസ്മിനാണെങ്കിലും ഈ ഹൗസിനകത്തും പുറത്തിരുന്നൊക്കെ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞ് നിർത്തിയത് ഒരേ കാര്യം തന്നെ, അത് ഇവിടെ നിർത്തുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ച് നിൽക്കുക ജാസ്മിനെ.